ബിഗ് ബോസ് ഹൗസ് പോയി നല്ല സന്തോഷം എത്ര സ്നേഹം കിട്ടി ഐ എം വെരി ഹാപ്പി താങ്ക് യു ബിഗ് ബോസ് താങ്ക് യു മോഹൻലാൽ സർ ഫോർ സോ മച്ച് റെസ്പെക്ട് ടു മൈ ആര്യൻ താങ്ക് യു ഓൾ ഓഫ് യു എല്ലാവരുടെ സ്നേഹം നിങ്ങൾ തന്ന സ്നേഹം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര നാളായിട്ട് ഞാനിത് വിചാരിച്ചില്ല എനിക്ക് ഇത്ര സ്നേഹം കിട്ടും, ആര്യന് ഇത്ര സ്നേഹം കിട്ടും. നാട്ടുകാർക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു കേരള താങ്ക് യു ഫോർ ഗിവിംഗ് us so much love. മലയാളികൾക്ക് നല്ല നന്ദി. Love you all. താങ്ക് യു ഗൈസ്. അവിടെ പോയപ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? അവിടെ പോയിട്ട് ഞാനിപ്പോൾ ഔട്ട്സൈഡറായ കൊണ്ട് എനിക്കൊരു പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടായി. പിന്നെ അവിടെ ഞാൻ പോയിട്ട് വിചാരിച്ചു കുറച്ച് ഈസി ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. പക്ഷേ അവിടെ കാണുന്ന പോലെ അല്ല, അത് 7ൻ്റെ പണി തന്നെയാണ്. അപ്പോൾ അത്ര ഹൈ പ്രഷർ സിറ്റുവേഷനാണ് അവിടെ പ്ലേയേഴ്സൊക്കെ നിൽക്കുന്നത്. എല്ലാം അടിപൊളി. ആര്യ കപ്പടിക്കും? കപ്പടിക്കുന്ന പ്രതീക്ഷ ഉണ്ട്. കപ്പടിച്ചാൽ നല്ലതാ, അറിയില്ല, ചിലപ്പോൾ കപ്പടിക്കും. നമ്മൾ കപ്പടിക്കുന്ന ആലോചിക്കണം, വിചാരിക്കുന്നു. താങ്ക് യു ഗൈസ്. ഇപ്പോൾ ഗെയിം കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ആര്യൻ്റെ? അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അവൻ എങ്ങനെയാണ് അതുപോലെ അവൻ ഫ്രീ ആയിട്ട് ഫിയേഴ്സ് ആയിട്ട് കളിക്കുന്നുണ്ട്. മെയിൻ എന്താ ഞാൻ കണ്ടത്, അവൻ ഓണസ്റ്റ്, അപ്ഫ്രണ്ട്, അവനെന്താ റിയാലിറ്റി, ആ റിയാലിറ്റി ഷോയിൽ അവൻ്റെ റിയാലിറ്റി അവൻ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ അവൻ്റെ രീതി കളിക്കട്ടെ ഫ്രീ ആയിട്ട്. ഈ പുറത്തിറങ്ങിയ കുറച്ച് കണ്ടസ്റ്റൻസ് ആര്യനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും, അനുമോൾ ഉന്നയിച്ചൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വീണ്ടും ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചിട്ട് എന്താണ് അതിന് പ്രതികരിക്കാനുള്ളത്? എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയാണെന്നറിയോ, നമ്മൾ പ്രശ്നമാക്കുന്ന ആൾക്കാർ അത്ര കൂടുതൽ സ്നേഹം കാണിക്കണം. അവർക്ക് സ്നേഹം കുറവായതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്ത് ആൾക്കാർ വിടുന്നു. പക്ഷേ ഞാൻ കാണുന്നത് എല്ലാവർക്കും സ്നേഹിക്കണം, അൺകണ്ടീഷണലായിട്ട് എല്ലാവർക്കും സ്നേഹിച്ച് പോകും നമ്മളെല്ലാവരും. അതാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് ഓഡിയൻസിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ കണ്ടസ്റ്റൻ്റെ മുന്നിലോ, അങ്ങനെ ഒരു ഗെയിമിങ് വരുന്നുണ്ട്. അവൻ എന്നാലൊരു ടീനേജർ പോലെ എന്ന് പറയില്ല. എല്ലാവർക്കും എല്ലാ സൈഡ്സും ഉണ്ട്. ചില പേര് മെച്ചുവറായിട്ട് കാണിക്കും, ചില പേര് ഡംബായിട്ട് കാണിക്കും. പക്ഷേ ആ ഡംബായിട്ട് കാണിക്കും ചിലപ്പോൾ അവൻ്റെ ഒരു ഗെയിം പ്ലേ ആയിരിക്കും. അപ്പം നമ്മളുടെ അവൻ്റെ ഒരു ഗെയിം പ്ലേ റെസ്പെക്റ്റ് ചെയ്ത് ഒരു ഗെയിമായിട്ട് കാണാം. അത്ര പേഴ്സണലായിട്ട് എടുക്കേണ്ട ആവശ്യം ഞാൻ കാണുന്നില്ല. അത്ര പോസിറ്റീവായിട്ട് കാണാം. എന്ത് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം. റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് ഇല്ല. എൻ്റെ അനിയനാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് എന്തായാലും പറയും. എനിക്കത് ഉറപ്പാണ്. ഒക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവൻ്റെ ഒരു സീക്രട്ട് ആയിരിക്കും, പറയാൻ പറ്റില്ല. അവൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അനുമോളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അനുമോളോട് ഇതിനെപ്പറ്റി ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? എന്തെങ്കിലും പോസിറ്റീവ് പറയാനുണ്ടെങ്കിൽ അനുമോളുടെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല. അവളുടെ ഗെയിം പ്ലാൻ കളിക്കുക, ആര്യൻ്റെ ഗെയിം പ്ലാൻ കളിക്കുക. ചിലപ്പോൾ അത് നെഗറ്റിവിറ്റി ആണെങ്കിൽ അത്ര സ്നേഹം അനുമോളിനും കൊടുക്കണം. ഐ ലവ് യു അനുമോൾ ഓൾസോ. ആര്യൻ അനുമോളെ യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നു, അല്ല അനുമോൾ ആര്യനെ യൂസ് ചെയ്യുന്നില്ല, കണ്ടന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തോന്നലുണ്ട്. അങ്ങനെ എനിക്കൊന്നും തോന്നിയില്ല. അനുമോൾ ആക്ച്വലി ഒരു നല്ല മനുഷ്യനാണ്. ഞാൻ അവിടെ കണ്ട് സംസാരിച്ചു, എനിക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പോൾ പ്രേക്ഷകർക്ക് അത് വിചാരിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾ പോയതിന് ശേഷമുള്ള ലൈവിലൊക്കെ ജിസൈലിൻ്റെ മറ്റേ ഒരു ബെഡ് ഷെയറിയൊക്കെ മാറ്റി സെപ്പറേറ്റ് റൂമിലേക്ക്, അത് എന്തുകൊണ്ടായിരിക്കും? അത് ചിലപ്പോൾ അവർക്കൊരു സെൽഫ് റിയലൈസേഷൻ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ ജിസേലിൻ്റെ മമ്മി ജിസേലായിട്ട് സംസാരിച്ചു, ഞങ്ങൾ കണ്ടു. അപ്പോൾ ആ കാണുന്ന കോൺവെർസേഷൻ ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. അവളുടെ അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ പോയി പറഞ്ഞു, നമ്മൾ ആകെ ഒരു കാര്യം പറഞ്ഞുള്ളൂ, നീ കളിക്കുകയാണെങ്കിൽ നീ ഫ്രീ ആയിട്ട് കളിക്കുക. നമ്മൾ ഭയങ്കര പ്രൗഡാണ്. നമ്മളെല്ലാവരായിട്ട് ജെല്ല് ചെയ്തു, എല്ലാവരായിട്ട് സംസാരിച്ചു, എല്ലാവരും കണ്ടു, എല്ലാ കണ്ടസ്റ്റൻസായിട്ട് കൂട്ടി. അത്രേ ഉള്ളൂ. കണ്ടിട്ട് തിരിച്ചു. ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് വന്നു കഴിഞ്ഞുള്ള ശേഷം അഭിലാഷാണെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ വീണ്ടും, അതായത് ഇപ്പോൾ അനുമോൾ കണ്ടതിൻ്റെ രീതിയിൽ മറ്റേ രീതിയിലും ആര്യനെയും ജിസേലിനെയും കണ്ടു എന്നുള്ളൊരു ആരോപണമൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ഫാമിലിയാണ്. പുള്ളിക്ക് 21 വയസ്സുള്ളൂ, ഇപ്പോൾ ജിസേലിനാണെങ്കിൽ 35 വയസ്സുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഏജ് ഡിഫറൻ്റ് ഉള്ള ആൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ 2025 അതാണ് ഇപ്പോൾ നിൽക്കുന്നത്. വേൾഡ് ഹാസ് ചേഞ്ച്ഡ്, വേൾഡ് ഹാസ് ഇവോൾവ്ഡ്, പീപ്പിൾ ഹാവ് ചേഞ്ച്ഡ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പായിട്ട് ആൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ശരിക്കും നമ്മൾ ആൾക്കാർ ഫ്രീ ആയിട്ട് വിടാം, ഫ്രീ ആയിട്ട് ലവ് ചെയ്യുക. ഇപ്പോൾ ഗേ ആൾക്കാരും താമസിക്കുന്നുണ്ട് പ്ലാനറ്റ് എർത്തിൽ, അവർ ഫ്രീ ആയിട്ട് ലവ് ചെയ്യുക. ലെസ്ബിയൻസും ഉണ്ട്, അവർ ഫ്രീ ആയിട്ട് ലവ് ചെയ്യുന്നുണ്ട്. ആ ഗെയിമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നറിയോ, ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ അൺകണ്ടീഷണലായിട്ട് ലവ് കൊടുക്കാൻ പറ്റുന്നത്. അതാണ് നമ്മളെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മളവിടെ പോയി അൺകണ്ടീഷണൽ ലവ് കൊടുത്തു. നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് എല്ലാ നാട്ടുകാർക്കും എല്ലാവരും താങ്ക് യു. അവർക്കും നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നതാണെങ്കിൽ അവരും അൺകണ്ടീഷണലായിട്ട് ആൾക്കാരെ ലവ് ചെയ്യുക. റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആര്യൻ്റെ അത് പേഴ്സണൽ ഡിസിഷനാണ്. ആരും പുറത്തേക്ക് വരുമ്പോൾ ആര്യനായിട്ട് സംസാരിക്കാം.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അത് അവൻ്റെ ഡിസിഷനാണ്. അതിപ്പോൾ ഗെയിമിലാണെങ്കിൽ നമുക്കൊന്നും അറിയില്ല, നമ്മൾ അവിടെ നിന്ന് ചോദിക്കാനൊന്നും പറ്റിയില്ല, നമ്മൾക്കൊന്നും പറയാനും പറ്റിയില്ല. അതാണ് റൂൾസ്. അപ്പോൾ റൂൾസ് ഫോളോ ചെയ്ത കാര്യങ്ങൾ പൊക്കോട്ടെ. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ആര്യൻ്റെ ഗെയിം എങ്ങനെ വേണമെന്നോ, അതായത് ഇപ്പോൾ ജിസയിലായിട്ടുള്ള കമ്പനി സൗഹൃദമുള്ള ഗെയിമാണോ? നിങ്ങൾ പുറത്തുനിന്ന് കാണുന്നുണ്ടല്ലോ ഇത്ര ദിവസമായിട്ട് ഗെയിം. ഇപ്പോൾ ആര്യൻ എങ്ങനെ കളിക്കണം നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? അത് നമ്മളെന്ത് പറഞ്ഞാലും അവൻ കേൾക്കാറില്ല. കേൾക്കുവാണെങ്കിലും അത് അവൻ്റെ ഒരു സ്റ്റൈല്, രീതി, കാര്യങ്ങൾ വരുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു കൺട്രോൾ ഇല്ല അതിൻ്റെ. നമ്മൾ വിചാരിക്കുന്ന അവൻ കുറച്ചുകൂടി ഒന്ന് പോസിറ്റീവായിട്ട്. അവിടെ ഞങ്ങൾ നോക്കി, ബിഗ് ബോസിൽ ആക്ച്വലി ഫൈറ്റിങ്ങും കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത് കുറച്ചും കൂടി പോസിറ്റീവ് ഇമോഷൻസും കാണിക്കാം, നെഗറ്റീവും കാണിക്കാം, എല്ലാം മിക്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. അവൻ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. അവൻ്റെ മൈൻഡ്. അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത് മറ്റേ ജിസയിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്? എനിക്ക് കുഴപ്പമില്ല. ഐ ഡോണ്ട് മൈൻഡ്. whatever my son does, I am with him. With Giselle, without Giselle. I respect my son's decision. ആദില നൂറേനൊക്കെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. They don't. The parents അവിടെ വന്നിട്ടില്ല. എനിക്ക് സ്നേഹമുണ്ട്. And I have told them, you're like my daughters, I adopt you. So for me, they are like my daughters. Always welcome to my house. Okay? Thank you. Come. ഈ ആര്യനും ടോപ്പ് 1 തന്നെ ഉണ്ടാവുന്നുണ്ടാവും. My blessing, he will come. He'll be there. Varun. അല്ല, ആദ്യം ആര്യനെ സംബന്ധിച്ച് ആര്യനൊരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു പയ്യെന്നുള്ള കളിയാക്കിയിട്ട് ഇപ്പോൾ പറയുന്നത് വേറെ Batch topper ആണ്. He's not a fool. It's well planned. You wait. It's a game. We can't talk anything. മകനെ കുറിച്ച് എന്താ പറയാനുള്ള അമ്മ എന്നുള്ള രീതിയിൽ കണ്ടപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ എന്തായിരുന്നു ഫീലിംഗ്? ഞാൻ എക്സ്പ്രസ് ചെയ്യ പറ്റുന്നില്ല. ഞാൻ 2 മാസമായി കാണുന്നില്ല. ഐ എം വെരി അറ്റാച്ച്ഡ് ടു ഹിം. സോ ഐ എം വെരി ഹാപ്പി. കാരണം താങ്ക് യു ബിഗ് ബോസ്. അറ്റ്ലീസ്റ്റ് ഐ സോ മൈ സൺ ആഫ്റ്റർ 2 months. ഐ എം വെരി അറ്റാച്ച്ഡ് ടു ഹിം. He'll win. He'll come in first 5. Finale, you see my blessing with him. Okay? ആര്യൻ ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്തില്ല, ഇമോഷണൽ ആയല്ലോ അമ്മ. He's a very loving boy. Very loving. Oru mentally very intelligent. He is very well planned. He's very well planned. You see the game next. He'll be in the finale. I promise you. ഓക്കെ, നമ്മൾ ട്രൈ ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക. എല്ലാവരും ആര്യനെ സ്നേഹിക്കുക. Your support and your blessing. We need all your love and all your blessings. ലാസ്റ്റ് ഒരു കാര്യം, ഇവിടെ 50 ദിവസം കൊണ്ട് പുള്ളി മലയാളം നന്നായിട്ട് വായിക്കാൻ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാം? അത് അവൻ ക്വിക്ക് ലേണറാണ്. ഞാൻ വിചാരിച്ചില്ല അത്ര പെട്ടെന്ന് മലയാളം പഠിക്കും. Intelligent boy. He picks up very quickly. അവൻ ശരിക്കും മലയാളം അറിയാം, പക്ഷേ ആ ചെറിയൊരു അവന് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളത്തിൻ്റെ ഒരു മനുഷ്യനല്ലേ. അപ്പോൾ മനുഷ്യൻ എന്തായാലും നല്ലതും ചെയ്യും, തെറ്റും തിരിപ്പിക്കും. അപ്പോൾ തെറ്റാണെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല, നല്ലത് ചെയ്യുകയാണെങ്കിൽ ജഡ്ജ് ചെയ്യാൻ പാടില്ല. എല്ലാവരും ഫ്രീ ആയിട്ട് ലവ് ചെയ്യുക, അൺകണ്ടീഷണൽ ലവ് കൊടുക്കുക. നാട്ടുകാർക്കും പ്രേക്ഷകർക്കും. പ്ലീസ് കേരള സപ്പോർട്ട് ആര്യൻ. വോട്ട് ഫോർ ഹിം പ്ലീസ്. നമ്മൾ ആക്ച്വലി മലയാളീസ് ആണ്. നമ്മൾ കാണുന്നത് ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻ പോലെ ആയിരിക്കും. ഞാൻ ഫുൾ മലയാളിയാണ്. ഞാൻ നാടൻ ഫുഡാണ് ഫുൾ ഏറ്റവും എൻജോയ് ചെയ്യണത്. എൻ്റെ കേരള ഇസ് ദ ബെസ്റ്റ് ആൻഡ് ഗോഡ്സ് ഓൺ കൺട്രി. അത് വെറുതെ അല്ല വിളിക്കണേ, ഒരു കാരണമുണ്ട്. അത് ആക്ച്വലി ഗോഡ്സ് വന്ന് ചിലപ്പോൾ താമസിക്കുമായിരിക്കും. അത്ര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്, അത്ര ബ്യൂട്ടിഫുൾ ഹാർട്ടുള്ള ആൾക്കാരുമാണ്. നമ്മൾ എത്ര സ്നേഹം കിട്ടി എനിക്ക് ഞാൻ ഇമാജിൻ ചെയ്തില്ല എനിക്ക് എത്ര സ്നേഹം കിട്ടും നമുക്ക് ഫാമിലിക്ക്, ആര്യന്. അപ്പോൾ അതിനു വേണ്ടി ഭയങ്കര താങ്ക് യു. ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ ലൈക്ക് ടു താങ്ക് എവറിബഡി for whatever you have done for us, done for the family and done for Aryan. Keep loving guys. Thank you. Actually എനിക്ക് മനസ്സിലായില്ല. ഐ ഡോണ്ട് നോ. നോ കമൻറ്റ്സ് ഫോർ ഹർ. അതായത് അമ്മ വന്ന കുറിച്ച് സ്ട്രാറ്റജി ചേഞ്ച് ആയി. ചിലപ്പോൾ ആയിരിക്കാം, അത് പറയാൻ പറ്റില്ല. അനീഷിൻ്റെയും ഒക്കെ ഗെയിം എങ്ങനെയുണ്ട്? ഐ ലൈക്ക് അനീഷ്. ഈസ് വെരി കൂൾ, വെരി കാം ഗായ്. അവിടെ എന്താ സ്ട്രാറ്റജി ആണോ എനിക്ക് ചിലപ്പോൾ അനീഷേട്ടൻ അത് ഗെയിം പ്ലാൻ ആയിരിക്കാം. അത് അനീഷേട്ടൻ അങ്ങനെ ഗെയിം കളിക്കാമെന്നൊരു മൈൻഡിലായിരിക്കും. പക്ഷേ നമുക്ക് എല്ലാവരുടെ ഫോർ എവറിബഡി നമുക്ക് ലവ് മാത്രമേ ഉണ്ടായുള്ളൂ, സ്നേഹം മാത്രമേ ഉണ്ടായുള്ളൂ, സ്നേഹപൂർണ്ണം. Let them play. Let's see who wins. കളിക്കുവാണെങ്കിൽ കളിക്കട്ടെ, അവരുടെ രീതി കളിക്കും. ടോപ്പ് 5 എങ്ങനെയായിരിക്കും? ടോപ്പ് 5 ഞാൻ വേറെ ആരെങ്കിലും കമൻറ്റ് ചെയ്യാൻ പാടില്ല, ഞാൻ പറയില്ല. ഐ തിങ്ക് ആര്യൻ എന്തായാലും കപ്പടിക്കണം, ആഗ്രഹമുണ്ട്. 5 പേര് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ എന്തായാലും, ഒരാളെ കപ്പടിക്കുമ്പോൾ 5 പേര് ലിസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ലിസ്റ്റ് നമ്മൾ വിചാരിച്ചില്ല ഇതുവരെ. നിങ്ങൾ ഗെയിംസ് തരാൻ എന്തായാലും ആരിന് വേണ്ടിയിട്ട് എന്തായാലും ഗെയിം കാണുന്നുണ്ടാവും. എങ്ങനെയായിരിക്കും ഒരു? എല്ലാവരും ടഫ് കണ്ടൻറ്റേഴ്സ് ആണ്, എല്ലാവരും സെയിം ലെവലിലാണ് ഞാൻ നിൽക്കുന്നത് കാണുന്നത്. ബിക്കോസ് എൻ്റെ അനിയൻ ആ ഷോയിലുണ്ട്. ചിലപ്പോൾ അവൻ്റെ പറ്റി ഞാൻ ബയസ്ഡ് ആയിരിക്കും, പക്ഷെ എല്ലാവരും കാണുമ്പോൾ സെയിം തന്നെയാണ്. അതിങ്ങനെ പറയാൻ പറ്റില്ല, പാടാം. ഓക്കെ, താങ്ക് യു ഗൈസ്. Thank you for your precious time. all the God best. bless you. God bless you.